ഡാനി ഡേയ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പ്രഗ്നൻസി റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പോക്ക് എപ്പിസോഡിൽ ഉൾപ്പെടുത്തണം എന്നുള്ളതായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമുക്കതിൽ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം നമ്മുടെ പോക്ക് എപ്പിസോഡ് നമ്മളിതുവരെ ഒരൊറ്റ എപ്പിസോഡേ ചെയ്തിട്ടുള്ളൂ. അതെന്ന് വെച്ചാൽ നിങ്ങളെ കുറച്ച് എൻ്റർടൈൻ ചെയ്യണം എന്നുള്ളൊരു റിയാക്ഷൻ വീഡിയോസ് പ്ലസ് എൻ്റർടൈൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു എപ്പിസോഡ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതൊരിക്കലും നിങ്ങളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റില്ല എന്നറിയുന്നൊരു കണ്ടൻറ്റ് ആയതുകൊണ്ടാണ് ഞാൻ അത് ഇതിനകത്ത് ഉൾപ്പെടുത്താത്തത്. ഓക്കെ, അപ്പോൾ ഇനിയും അടുത്തതായിട്ട് യൂട്യൂബിൽ അടുത്തൊരു ഡെലിവറി വാർഡ് ആവാൻ പോകുന്നൊരു ചാനൽ കൂടി ആയിരിക്കും ഡാനി ഡേയ്സ് എന്ന് പറയുന്നത്. കാര്യം പ്രഗ്നൻസി റിവീൽ ചെയ്തിട്ട് അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നമുക്കിനി നേരെ അവർക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ ഗൈസ് ഫൈനലി വി ആർ പ്രഗ്നന്റ്. അച്ചു രണ്ടാമത് പ്രഗ്നന്റ് ആയിരിക്കുകയാണ്. താണ്ട ഇയാൾക്കൊരു കോട്ടൂടെ. പക്ഷെ അച്ചുവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മെന്റലി അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല. എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അപ്രതീക്ഷിതമായതുകൊണ്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തതായിരുന്നു. അതെ, എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് നീനു ബേബിയുടെ കരയുന്ന എന്തിനു നീ എപ്പോ പറഞ്ഞാലും കരച്ചില്ല. നീനു ബേബിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നം. നീ എന്റെ വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ വിചാരിച്ചിരുന്നത് ഇവർക്കൊരു 5-6 വയസ്സാവുമ്പോഴത്തേക്കും അങ്ങനെ 5-6 വയസ്സാവുമ്പോഴത്തേക്കും മതി അടുത്ത ബേബി. പക്ഷെ ഇത് ആയി പോയി. പിന്നെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പം ഡോക്ടർ പറയുന്നത് ഇപ്പൊ തന്നെ 28 വയസ്സായി. മാക്സിമം നമ്മുടെ പ്രഗ്നൻസി എല്ലാം 30-നുള്ളിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഈ ചേച്ചി പറയുന്നത് പ്രഗ്നന്റ് ആയിപ്പോയി, അതായത് ഇവരൊരിക്കലും എക്സ്പെക്ട് ചെയ്ത് വന്നിട്ടുള്ളതല്ല, അല്ലെങ്കിൽ ഇതിലൊരിക്കലും ഇവർ പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പം അവരിങ്ങനെ പ്രഗ്നൻ്റ് ആയിപ്പോയി എന്നുള്ള സാധനമാണ് പറയുന്നത്. അപ്പം ചേച്ചി തന്നെ പറയുന്നുണ്ട് ചേച്ചിയുടെ കുട്ടിക്ക് ഇപ്പോൾ ഒരു 5-6 വയസ്സൊക്കെ ആയതിനു ശേഷം മറ്റൊരു സെക്കൻഡ് ബേബി മതി എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനൊരു സിറ്റുവേഷനിലോട്ട് എത്തി എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കിനി ബാക്കി കേൾക്കാം. 6 വീക്സ് ആയി. അതെ, നമ്മൾ പോലും അറിഞ്ഞില്ല. 6 വീക്സ് ആയി. പക്ഷെ എനിക്ക് കഴിഞ്ഞ മന്തിൽ എനിക്ക് പീരീഡ്സ് ആയി. പിന്നെ എങ്ങനെ 6 വീക്സ് ആയെന്ന് എനിക്ക് എത്ര അങ്ങോട്ട് എനിക്കറിയില്ല ഇതിനെ പറ്റി. മീൻസ് പീരീഡ്സ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള ഏർപ്പാട്. അതെ, ഞാനും ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പീരീഡ്സ് ആവത്തില്ല അത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പീരീഡ്സ് ആയിട്ട് 6 വീക്സ് പ്രഗ്നന്റ് ആയെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഇത് കല്യാണം കഴിക്കാത്ത എല്ലാ ആൾക്കാരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ചില ആൾക്കാരൊക്കെ പീരീഡ്സിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെയാണ് ഇവിടെ കുറേ കാര്യങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അതായത് പ്രഗ്നൻസി ഇപ്പം ആയിട്ട് 6 വീക്സ് ആയി എന്ന് അവർ പറയുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം 1 മാസം മുന്നേ പീരീഡ്സ് ആയി എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിലും ഇതുപോലെ പീരീഡ്സ് ആവും എന്നുള്ള കാര്യം ആരെങ്കിലും ഒക്കെ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഏട്ടൻ ഓക്കെയാണ്. ഞാനങ്ങോട്ട് കരയേണ്ട ആവശ്യം എന്താ? മെന്റലി പ്രിപ്പയർഡ് അല്ലെങ്കിൽ പ്രിപ്പയർഡ് ആക്കാൻ നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഫിസിക്കലി ഒട്ടും ഞാൻ അങ്ങോട്ട് സെറ്റല്ല. സെറ്റൊന്നും ആയി വരുന്നില്ലേ ഉള്ളൂ. സെറ്റ് ആയിക്കോളും. കുറച്ചുകൂടെ കഴിയുമ്പോൾ 2-3 മാസം ആകുമ്പോൾ നല്ല സെറ്റാവും. അതെ, ചേച്ചി ഇതുവരെ സെറ്റായിട്ടില്ല, ഫിസിക്കലി ഒന്നും ഓക്കെ ആയിട്ടില്ല, സെറ്റാവും എന്ന് ചേട്ടൻ പറയുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ടീവ് ആയിട്ട് ചേട്ടൻ ഫുള്ള് ഈ ഒരു വീഡിയോക്കകത്ത് അങ്ങനെയാണ് പറയുന്നത്. നീ വിഷമിക്കേണ്ട, നമ്മളുണ്ട്, കട്ടയ്ക്ക് കൂടെ സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടൻ പറയുന്നുണ്ട്. പക്ഷേ ചേച്ചി ഒരിക്കലും ഫിസിക്കലി ഓക്കെ ആയിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് കുറച്ചധികം ടൈം എടുക്കും, മെൻ്റലി പ്രിപ്പയർഡ് ആവാൻ കുറച്ച് ടൈം എടുക്കും, അത് ഇതെന്നൊക്കെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ സെറ്റ് ആവണം അല്ലെങ്കിൽ സെറ്റായില്ല എന്നൊക്കെ പറയുന്നത് സെറ്റായേ പറ്റുള്ളൂ. കാരണം ഓൾറെഡി ഒരു കുഞ്ഞ് വയറ്റിൽ ഉണ്ട്, ഒരു ജീവനുണ്ട്. ഒരിക്കലും നമുക്കതിനെ അങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാൻ വളരെ സന്തോഷത്തിലാണ്. അച്ചു സത്യം പറഞ്ഞ ഒരു ഡബിൾ മൈൻഡിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവർക്ക് ഇപ്പോഴും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഗൈസ്, ഞാൻ ഹാപ്പിയാണ്. ചേട്ടൻ ഹാപ്പിയാണ്. ഇപ്പം സെക്കൻഡ് ഒരു ബേബി വന്നു എന്നുള്ള രീതിയിൽ ചേട്ടൻ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ കൂടുതലും സംസാരിക്കുന്ന ഒരു അമ്മയുടെ വശങ്ങൾ മാത്രമേ സംസാരിക്കുള്ളൂ. ഒരിക്കലും ഒരു അച്ഛൻ്റെ വശം അങ്ങനെ അധികം ആരും അങ്ങനെ സംസാരിക്കാറില്ല. അപ്പം ചേട്ടൻ എന്തായാലും ഹാപ്പിയായി ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് ഇപ്പം ഈ ചേച്ചിക്ക് ഇപ്പം ഈ ഒരു അമ്മയ്ക്ക് തോന്നുന്ന ഇതേപോലുള്ള മെൻ്റൽ സ്ട്രെസ്സ് കാര്യങ്ങൾ, ഫിസിക്കൽ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതേപോലെയുള്ള മെൻ്റലി എന്തോരം കാര്യങ്ങൾ ഈ പറയുന്ന പോലെ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് അച്ഛന്മാർ അനുഭവിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു പ്രഗ്നൻസിയുടെ ആ ഒരു ടൈമിലൊക്കെ. മാത്രമല്ല അവരിതിൻ്റെ പേരിൽ കിടന്ന് നെട്ടോട്ട് ഓടുന്ന കുറേ ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അടുത്ത് നമ്മുടെ ഒരു കൂട്ടുകാരന്, അപ്പം എന്നെക്കാട്ടി 1-2 വയസ്സ് മൂപ്പേ ഉള്ളൂ, അവനാണെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ചു, ഇപ്പോൾ കുഞ്ഞായി. അപ്പോൾ കുഞ്ഞ് ഡെലിവറി ആവുന്ന ടൈമിൽ ഇവൻ ഓടിയ ഒരു ഓട്ടമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഈശ്വര, നാളെ കല്യാണം കഴിയുമ്പോൾ നമ്മൾ ഇതുപോലൊക്കെ ഓടേണ്ടിയൊക്കെ വരുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഇവർ അന്ന് ഈ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, അതായത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് അത് പോസിറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞിട്ടുള്ള അന്നേരത്തെ കുറച്ച് വിഷ്വൽസ് ഇവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം.
എന്റെ ദൈവം ഇങ്ങനൊരു കരയാതെ നീ ഇങ്ങനൊരു നിനിമ അമ്മ കരയും നോക്ക് കിടന്ന് പൊട്ടി കരയുന്നുണ്ട് അമ്മ. അയ്യയ്യേ അതിനിപ്പോ എന്തോത്തിന് കരയല്ലേ? എല്ലാവർക്കും ഇപ്പൊ ടിൻസൊക്കെ ഉണ്ടാവുന്നവരെന്തോ ചെയ്യും? ടിൻസൊക്കെ ആവുന്നവരെന്തോ ചെയ്യും? പിന്നെ ഇതൊക്കെ ദൈവം തരുന്നു, നമ്മൾ മേടിക്കുന്നു, ഒരു ടെൻഷനും ഇല്ല. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ഇപ്പൊ നീനൊരു കൂട്ടോടായെന്നല്ലേ ഉള്ളു, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? എന്തിനാ എന്നെ കരയുന്നത്? നീനന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എല്ലാരും ഉണ്ടല്ലോ, ഞാനുണ്ടല്ലോ, പിന്നെന്തോത്തിന് പേടിക്കുന്നത്? ഓക്കെ, അപ്പം ഇതിനകത്ത് വീടിയുടെ തുടക്കത്തിൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ചേച്ചി ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല. ചേച്ചിയുടെ ഏറ്റവും ഒരു ടെൻഷൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുന്നത്, അതായത് ഫസ്റ്റ് ബേബി ഒരു 5-6 വയസ്സാവുന്നിടം വരെ മറ്റൊരു ബേബി വേണ്ട, കാര്യം ആ കുഞ്ഞിൻ്റെ കാര്യം കൂടുതൽ കെയർ ചെയ്യണം, നോക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു സെക്കൻഡ് ബേബി വരുമ്പോഴത്തേക്കിന് ആദ്യത്തെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ കുറേ കെയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെയാണ് ഇറക്കുന്നത്. അപ്പോൾ ഈ ചേട്ടൻ പറയുന്നുണ്ട്, അപ്പോൾ അതിനല്ലേ നോക്കാൻ ഞാൻ ഒരു ഹസ്ബൻഡ് പറഞ്ഞിട്ടുള്ള പറയാവുന്ന ആ ഒരു നല്ലൊരു വാക്ക് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്, അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനൊരു കൺഫ്യൂഷനോ ടെൻഷനോ തോന്നുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ ഇങ്ങനൊരു സെക്കൻഡ് ബേബി വേണ്ടെന്ന് നിങ്ങൾക്ക് നേരത്തെ തന്നെ അറിയാം, അങ്ങനൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ, ആദ്യത്തെ കുഞ്ഞിൻ്റെ ഒരു 5-6 വയസ്സായിട്ട് മതി ഒരു സെക്കൻഡ് ബേബി എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സേഫ്റ്റി പ്രിക്കോഷൻ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇതുപോലെ വന്ന് കരയേണ്ടതായിട്ടോ ഇങ്ങനെ സങ്കടപ്പെടേണ്ടതായിട്ടോ വരില്ലായിരുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു കുഞ്ഞ് വരുമ്പോഴത്തേക്കിന് ഈ കുഞ്ഞ് വേണോ എന്നുള്ളൊരു ചോദ്യം വരുന്നത് തന്നെ ഏറ്റവും വലിയ ഭയങ്കര ഒരു മോശമായിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, അത്ര ഓക്കെ ആയിട്ട് എനിക്കത് തോന്നുന്നില്ല. പിന്നെ ഒരു അമ്മേനെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മയുടെ ആ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി, അല്ലെങ്കിൽ ഒരു മെൻ്റലി ആ ഒരു സമയത്ത് തോന്നുന്ന കാര്യങ്ങൾ എത്രത്തോളം ആയിരിക്കുമെന്നുള്ളത് ഈ പറയുന്ന സ്ത്രീകൾക്ക് മാത്രമേ അറിയുള്ളൂ. അവരാണ് ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്, നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, എനിക്കറിയത്തില്ല, കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്കൊരു വൈഫില്ല. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ സേഫ്റ്റി പ്രിക്കോഷൻ കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ ചേച്ചിയാണെങ്കിലും ചേട്ടനാണെങ്കിലും, ചേട്ടൻ പറയുന്നുണ്ട് ദൈവം തന്നതല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോഴും സേഫ്റ്റി പ്രിക്കോഷൻസ് എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് നിൽക്കേണ്ടി വരില്ലായിരുന്നു. പിന്നെ ഇതിനകത്ത് ചേച്ചി പറയുന്നൊരു കാര്യം, 2 കുഞ്ഞുങ്ങളെ ഒരേപോലെ മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ കിടക്കുമ്പോൾ, ട്വിൻസ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നില്ല. അപ്പോൾ ഈ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ട്വിൻസ് ആയിട്ടുള്ള കുട്ടികൾ ജനിക്കുന്നുണ്ട്, അപ്പം അവർ ഒരുമിച്ചല്ലേ വളർന്നു വരുന്നത്. അപ്പോൾ കമൻറ്റ് ബോക്സിലും കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ട്വിൻസ് ആയിട്ട് ഉള്ള ഒരുപാട് കുട്ടികൾ ഒരുമിച്ച് വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അത്രയും മാത്രം ചിന്തിച്ചാൽ മതി, ഓക്കെ ആയിട്ടിരുന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ്. എന്തിനു പേടിക്കുന്നത്? അങ്ങോട്ടത്തെ കാര്യം ഒന്നും ആലോചിക്കല്ല, ഒരു കുഴപ്പമില്ല, നീ പേടിച്ചിട്ട് ഒരു കാര്യമില്ല. നീ കരയാതിരിക്കേ, എന്തിനു കരയുന്നത്? അപ്പൊ നീനൊരു കൂട്ടായില്ലേ, പോസ്റ്റ് ആവത്തില്ല എന്തായാലും നീനു, അല്ലേ നീനും? അതത്രേ ഉള്ളൂ. എന്തായാലും നമുക്ക് ഈ ഒരു പ്രായത്തിൽ, ഞാനൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്, കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ നമുക്കൊരു അന്നേരം ഒരു ടൈം കഴിയുമ്പോൾ എല്ലാവർക്കും തോന്നുകയാണ് നമുക്കൊരു കൂട്ട് വേണം, സഹോദരനോ സഹോദരിയൊക്കെ വേണം, നമുക്ക് സ്വഭാവമായിട്ടും തോന്നുകയാണ്. അപ്പോൾ കുഞ്ഞിന് എന്തായാലും ഫസ്റ്റ് ബേബിക്ക് എന്തായാലും ഒരു കൂട്ടായിരിക്കും, എന്തായാലും പോസ്റ്റ് ആവില്ല, വീട്ടിൽ ഒറ്റയ്ക്ക് കളിക്കേണ്ട, കൂട്ടിന് ഒരാളോട് എന്തായാലും വരും. പക്ഷെ നിങ്ങളിപ്പം ചെയ്യുന്നതിനകത്തുള്ള ഏറ്റവും വലിയൊരു കോമഡി എന്താ പറയുമോ, ഇങ്ങനെ കരഞ്ഞ് ഇരിക്കുന്ന സമയത്തേക്ക് ആ ചേട്ടൻ വീഡിയോ കൊണ്ട് ചേച്ചിയുടെ മുന്നേ പോകാൻ കാണിച്ച ഒരു മനസ്സ്, എൻ്റെ പൊന്നെ, എന്നാലും കൊള്ളാം. ബട്ട് ഇതൊരു കണ്ടന്റ് ആണ് എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ ആൾക്കാർ ഇതിനെ ഓരോ രീതിയിൽ ഓഡിറ്റ് ചെയ്യും. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്നൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, എനിക്കല്ല, ഇപ്പം ഈ പ്രഗ്നൻ്റ് ആവാണ്ടിരിക്കുന്ന, അതായത് കമൻറ്റ് ബോക്സിൽ തന്നെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് 10-15 വർഷമായിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട്, അതാവാതെ നിൽക്കുന്ന ഒരുപാട് ലേഡീസ് ഉണ്ട്. അപ്പോൾ അവരുടെ മുന്നോട്ട് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ഇവർ എത്തിയിട്ട് ഇതേപോലെ ഒരു കുഞ്ഞ് ജനിച്ചിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയി കൺസീവ് ആയി, ബട്ട് നമുക്ക് ആ ഒരു കുഞ്ഞിനെ വേണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്കിന് അവർക്ക് സ്വാഭാവികമായിട്ട് അവർക്ക് എത്രത്തോളം വേദന ഉണ്ടാക്കും. കാര്യം അവർ എത്ര നാളായിട്ട് കാത്തിരിക്കുകയാണ് ഒരു കുഞ്ഞിന്, ഒരു ജീവന് വേണ്ടിയിട്ട്. പക്ഷെ അത് അവർക്ക് കിട്ടാതിരിക്കുമ്പോഴത്തേക്കിന് ഇവിടെ ഒരാൾക്കാണെങ്കിൽ ഫസ്റ്റ് ബേബി ആയി, സെക്കൻഡ് ബേബി എത്രയും പെട്ടെന്ന് ആകുന്നു. അപ്പം ആവുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ ഇതുപോലെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ വന്നിട്ട് ഇതുപോലെ കരയുന്ന, കുഞ്ഞ് വേണോ, എനിക്ക് വേണ്ട, ഞങ്ങൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാതെ വരുന്നതാണ് ഒക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ പറയുമ്പോഴത്തേക്കിന് ആ കുഞ്ഞ് വേണ്ട എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലൊക്കെ തോന്നിപ്പിക്കുന്നൊരു സാധനമാണ്. ആ ഒരു തോന്നൽ സ്വാഭാവികമായിട്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ ആ ഒരു മെൻ്റലി ആ സമയത്ത് എന്തൊക്കെയാണ് തോന്നുക എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയുള്ളൂ. എനിക്ക് പേഴ്സണലി എനിക്കറിയില്ല. ബട്ട് അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു വീഡിയോയിലൂടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ട് കാണിക്കുമ്പോഴത്തേക്കിന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും അതൊരു വേദന ഉണ്ടാക്കും.
അല്ലേ? പിന്നെ അത് കുറച്ച് ആൾക്കാർ പറഞ്ഞേക്കുന്ന കുറച്ച് രസകരമായിട്ടുള്ള കുറച്ച് കമൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈഫ് കരയുന്ന സമയത്ത് അവളെ ആശ്വസിപ്പിക്കാതെ ഉടൻ ക്യാമറ ഓണാക്കാൻ കാണിച്ച മനസ്സ് അടിപൊളി. പിന്നെ ഒരു കുഞ്ഞിന് വേണ്ടി സ്വപ്നം കണ്ട് ജീവിക്കുന്നവർക്ക് അത് ജീവിക്കുന്നവരുണ്ട്, അത് മനസ്സിലാക്കും. അത് ഈ കമൻറ്റ് ബോക്സിൽ നേരത്തെ പറഞ്ഞ പോലത്തുള്ള സാധനങ്ങൾ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള മുൻകരുതൽ നോക്കണമായിരുന്നു, അല്ലാതെ ക്യാമറയുടെ മുന്നിൽ വന്ന് കരയുകയല്ല വേണ്ടത്. പിന്നെ പറഞ്ഞേക്കുന്ന കുട്ടികൾ തീരെ ഇല്ലാത്ത ആളുകളുടെ അവസ്ഥ ഒന്ന് ചിന്തിക്കണം വെച്ചു. 15 വർഷമായിട്ട് കുട്ടികളില്ലാത്ത ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് വിഷമം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ അത് അവരുടെ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഈ സാധനം ഇങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ആളുകളുടെ ഉള്ളിൽ ഇത് ഇല്ലാതെ കുഞ്ഞ് ജനിക്കാതെ പോകുന്ന ഒരുപാട് അല്ലെങ്കിൽ ലേഡീസിനാണെങ്കിൽ അതൊരു വേദന ഉണ്ടാക്കും എന്നുള്ളൊരു സത്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ കൺഫ്യൂഷനൊന്നും വേണ്ട. എന്തായാലും ഒരു കുഞ്ഞ് ജനിച്ചു അല്ലെങ്കിൽ ഒരു ജീവൻ വയറ്റിലുണ്ട്. അപ്പോൾ അതിനകത്ത് ഇനി ഒരു കൺഫ്യൂഷൻ തോന്നേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആ ഒരു എക്സ്പെക്ട് ചെയ്തില്ല, ഇത് വേണോ എന്നൊരു ചോദ്യം വരുന്നത് ആ ഒരു കുഞ്ഞിനെ, ആ ഒരു ജീവനെ ഇല്ലാണ്ടാക്കണോ എന്നുള്ളൊരു ഉത്തരത്തിലേക്കായിരിക്കും ആ ഒരു ചോദ്യം എത്തുക. അങ്ങനെ ഒരു ജീവനെ ഇല്ലാണ്ടാക്കുന്നതിലും നല്ലത് എന്താ പറയുക, ഈ ചേട്ടൻ തന്നെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ വരുന്നത് ചിലപ്പം വലിയൊരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്നുള്ളത്. അത്രയും മാത്രം ചിന്തിക്കുക, അല്ലാതെ ഇങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷനായിട്ടൊക്കെ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? എന്തായാലും ഇവർ എന്തായാലും ഒരു ഇനി അടുത്ത് നമ്മുടെ യൂട്യൂബിൽ ഒരുപാട് പ്രസവവാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി അടുത്ത കാണാൻ പോകുന്നത് ഇവരുടെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ, തെരുവിളികൾ അല്ലാതെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ താഴെ തീർച്ചയായിട്ടും പറയാം കേട്ടോ.